പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കറിയാം നമ്മുടെ ശാസ്ത്രോത്സവം നടക്കുകയാണല്ലോ. ശാസ്ത്രോത്സവം പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളിൽ ഉൾക്കാഴ്ചകൾ ഉണ്ടാവുകയുണ്ട്. നമുക്കറിയാം, പ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടങ്ങളുമൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇതിനെ ശരിയായ രീതിയിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് വളരെ വലിയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രലോകത്തെ കുതിച്ചുചാട്ടങ്ങളും നടത്താൻ മനുഷ്യന് സാധിച്ചിട്ടുള്ളത്. നമ്മുടെ പഴയകാല തലമുറയ്ക്ക്, നമ്മുടെ പൂർവികർക്ക് ഒട്ടനവധി പ്രതിസന്ധികളെ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ ആ തലമുറയ്ക്ക് സാധിച്ചിട്ടുള്ളത് അവരുടെ നിരീക്ഷണ പാഠവും അതുപോലെ തന്നെ അവർ വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങളും കഠിനാധ്വാനവുമാണ്. അങ്ങനെ ഒട്ടനവധി രംഗങ്ങളിൽ നമ്മൾക്ക് വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പട്ടിണി മാറ്റാൻ നമുക്ക് സാധിച്ചു, പുതിയ പുതിയ വിത്തിനങ്ങൾ കൃഷി ചെയ്യാൻ നമുക്ക് സാധിച്ചു, കാർഷിക മേഖലയിൽ വളരെ രീതിയിൽ തന്നെ കുതിച്ചുചാട്ടം നടത്താൻ നമുക്ക് സാധിച്ചു. ആരോഗ്യ മേഖലയിൽ നമ്മുടേതായ വിജയങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്വന്തമായി നൂതന രീതിയിലൂടെ പാർപ്പിടങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ പ്രാഥമിക ആഗ്രഹങ്ങൾ മുതൽ വലിയ സ്വപ്നങ്ങൾ വരെ നേടാൻ നമുക്ക് സാധിച്ചത് നമ്മളുടെ സ്വപ്നങ്ങളിലൂടെയും ശാസ്ത്രലോകത്തിലൂടെയുമാണ്. നമ്മുടെ ഈ പട്ടാമ്പിയിൽ മുതുതലയിലെ ഈയൊരു വിദ്യാർത്ഥികളും എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടേതായ മാർഗരീതിയിൽ വലിയ മുന്നേറ്റം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ശാസ്ത്രമേളകൾ സംഘടിക്കുന്നത്. നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ യാത്രാക്ലേശങ്ങൾ ലഘൂകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കടലിലൂടെയും വായുമാർഗങ്ങളിലൂടെയും യാത്ര ചെയ്യാൻ നമുക്ക് സാധിച്ചു. വലിയ മാറ്റങ്ങളാണ് ഗതാഗത രംഗത്ത് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകൾ, ടിവികൾ, ഉപകരണങ്ങൾ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന നൂതനമായ ഗ്യാസ്, ഇൻഡക്ഷൻ കുക്കറുകൾ, നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി രംഗങ്ങളിൽ ശാസ്ത്രരംഗത്ത് ഒരുപാട് മാറ്റം വരുത്താൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യന് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് ഇതിനുവേണ്ടി ജനിച്ച വ്യക്തികളിലൂടെയല്ല. ചില വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവം ശാസ്ത്രരംഗത്ത് അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ അവർ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടങ്ങളെല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും നല്ലൊരു ശാസ്ത്രജ്ഞനും നല്ലൊരു ശാസ്ത്രകാരിയുമായി തീരാൻ നമ്മൾക്ക് സാധിക്കും. അതിനുള്ള ശ്രമങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ നൂതന രീതിയിലൂടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രമേളകൾ നമ്മൾ നടത്തിക്കൊണ്ടുവരിക്കുന്നത്. അറിവുകളെ പ്രയോഗവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സംരംഭങ്ങളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടുവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥി എന്ന ചുമതലയിലും ഇതിലെല്ലാം പങ്കാളികളാകേണ്ടതും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരേണ്ടതും അതുപോലെ മികച്ച ഉൽപ്പന്നങ്ങളും വിവിധ മേഖലകളിൽ നമ്മൾക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കണം. ചില സമയങ്ങളിൽ ചില ഒറ്റപ്പെട്ട നീക്കങ്ങളിലൂടെ, അതായത് ഒരു വ്യക്തിക്ക് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ശാസ്ത്രലോകത്ത് അവരുടേതായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും സംഘമായി ഒന്നിലധികം വ്യക്തികൾ ചേർന്നിട്ടാണ് നമുക്കതിനെല്ലാം ശാസ്ത്രലോകത്ത് മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വലിയ വിജയങ്ങളും സാധിക്കണമെങ്കിൽ കൂട്ടായ ഒരു അടിത്തറയും ഒരു ചിന്താധാരയും നമ്മൾക്കുണ്ടായിരിക്കണം. ഈ ചിന്താധാരകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രമേളകളിൽ വിവിധ തരം വിഷയങ്ങളിലായിട്ട് മത്സരങ്ങളിൽ നടത്തിക്കൊണ്ടുവരുന്നത്. ഇതിൽ ഒരുപാട് ചിന്തകളും മികച്ച സൃഷ്ടികളും നമ്മൾക്ക് കാണാറുണ്ട്. സമ്മാനം നേടുക എന്നത് മാത്രമല്ല ഇതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മറ്റുള്ള വ്യക്തികൾക്ക് ഒരു പ്രചോദനമാവുക എന്നതുകൂടിയും ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും
വലിയ വലിയ കണ്ടുപിടുത്തങ്ങളോട്ട് നയിച്ച് അവരുടെ നാമങ്ങൾ ശാസ്ത്രലോകത്ത് എഴുതി ചേർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ പോലെ തന്നെ പട്ടാമ്പിയിലും മുതുതലയിലും കോഴിക്കോട്ടിലും കൊപ്പം സ്കൂളുകളിലെല്ലാം പഠിച്ച് വളരുന്നതിനിടയിൽ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് ആ കാലഘട്ടങ്ങളിലാണ് പല ശാസ്ത്രമേഖലകളിലും സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഇന്ത്യയിലുടനീളം എല്ലാ കാടുകളിൽ സന്ദർശിക്കാനും പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് പഠിക്കാൻ അവസരങ്ങൾ ലഭിച്ചതും പുതിയ സസ്യങ്ങളെ നശിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളെയും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതും. ഇത് ഓരോ വിദ്യാർത്ഥികൾക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഭാവനകൾ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചുകൊണ്ട് പഠനത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കാനാണ് ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. ഇത് ഓരോ വ്യക്തികളും നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമിക അറിവുകൾ ഉണ്ടാക്കി ഏത് രംഗത്താണോ പോരായ്മകൾ ഉള്ളത് ആ പോരായ്മകൾ വിടവുകൾ നികത്തി ചില കാര്യങ്ങൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശാസ്ത്രകാരൻ അഥവാ ശാസ്ത്രകാരിയുടെ പ്രാഥമിക കർത്തവ്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇന്ന് ഓരോ ശാസ്ത്രരംഗത്തും എന്തു നടക്കുന്നു എന്നറിയേണ്ടത് ഓരോ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും ശാസ്ത്രകാരൻ്റെയും കടമ കൂടിയാണ്. ഒരുപാട് ശാസ്ത്രരംഗത്ത് ശാസ്ത്രജ്ഞർ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് പണ്ടുള്ള ആരോഗ്യരംഗത്തെ പിന്നോട്ട് വലിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്തള്ളി വളരെ ആരോഗ്യ മേഖലയിൽ മുൻപ് എത്തിയിട്ടുള്ള ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ കോവിഡ് പോലെയുള്ള മഹാമാരികൾ നമ്മളെ പിന്നോട്ട് വലിക്കുമ്പോഴും ശാസ്ത്രരംഗം മാത്രമാണ് നമ്മളുടെ കൂടെ നിന്ന് ഓരോ അടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ നയിക്കും. നമുക്ക് ഉറപ്പിക്കാം, വളരെ അടുത്ത കാലത്ത് തന്നെ കോവിഡ് പോലെയുള്ള മഹാമാരിയെ വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അതിനെ തരണം ചെയ്ത് പുതുവെളിച്ചത്തിലോട്ട് നമ്മൾക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പു തരാൻ കാരണം നമ്മളുടെ കൂടെ നിൽക്കുന്ന ഈ ശാസ്ത്രലോകം തന്നെയാണ്. ഒരുപക്ഷെ എല്ലാ വിദ്യാർത്ഥികളിലും ശാസ്ത്രകാരനോ ശാസ്ത്രകാരിയോ ആവാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ശാസ്ത്രലോകമാണെങ്കിൽ മാക്സിമം പ്രവർത്തനങ്ങൾ നടത്തി നല്ല രീതിയിലുള്ള വിജയങ്ങൾ, റിസൾട്ടുകൾ, സംഭാവനകൾ സമൂഹത്തിന് നൽകുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഈ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഓരോ വിദ്യാർത്ഥികളും അവരുടേതായ പരിശ്രമങ്ങളിലൂടെ മുന്നോട്ട് നയിക്കേണ്ടതാണ്. നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നത് നമ്മൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല, നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ ആത്മസംതൃപ്തിയും ഒരുപാട് വിജയങ്ങളും നമ്മൾ നേടുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനുണ്ട്. അതിന് ഈ ശാസ്ത്രോത്സവം ഒരു കാരണമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്കുകളിലോ റെക്കോർഡുകളിലോ എഴുതി വാങ്ങുന്ന മാർക്കുകളോ റാങ്കുകളോ അല്ല, മറിച്ച് ഓരോ വിദ്യാർത്ഥിയുടെയും കടമ എന്ന് പറയുന്നത് അടുത്ത ജനറേഷൻ്റെയും കഴിഞ്ഞ തലമുറയുടെയും വരാൻ പോകുന്ന തലമുറകളുടെയും പാലങ്ങളാവുക എന്നതാണ് ഓരോ വിദ്യാർത്ഥികളുടെയും കടമ എന്ന് പറയുന്നത്. അതായത് ഈ മഹാമാരി പോലെ കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് മുൻപും ഒരുപാട് മഹാമാരികൾ നമ്മളെ തളർത്താനും കീഴടക്കാനും ശ്രമിച്ചപ്പോഴെല്ലാം നമ്മളുടെ മുൻ തലമുറക്കാരുടെ ചിന്താരീതികളും അവരുടെ ഗവേഷണ രംഗത്തുള്ള മികവും തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ജനതയെ മുഴുവൻ ഒരു മഹാവ്യാധി, ഒരു അതിതീവ്ര ജ്വരം കീഴടക്കിയപ്പോൾ അന്നത്തെ ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുത്തതാണ്. ഒരു നാട്ടുവൈദ്യൻ അദ്ദേഹം പറയണ്ടായിത്ര, ഒരു രോഗി മരിക്കാറായി രൂക്ഷമായ അവസ്ഥയിൽ കൊണ്ടുവന്ന് കൂടെ ഉണ്ടായിരുന്ന സഹായിയോട് പറഞ്ഞത്ര, പോയിട്ട് ഒരു കാര്യം ചെയ്യും, നമ്മളുടെ വേലിയുണ്ട്, നമുക്കറിയാം പണ്ട് ഇന്ന് മതിലിന് പകരം നമ്മുടെ വീടുകളെ വേർതിരിച്ചുന്ന വേലികളായിരുന്നു, മുള്ളുവേലികൾ. ആ മുള്ളുവേലിയിലും ഏറ്റവും പൂതലിച്ചു പോയ, അതായത് പൂപ്പലൊക്കെ പിടിച്ച് നശിച്ചു പോയ 1-2 വർഷം കഴിഞ്ഞാൽ നശിച്ചു പോകും. അങ്ങനെയുള്ള മുളയെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞത്ര. കൊണ്ടുവന്നപ്പോൾ ആ സഹായിയോട് പറഞ്ഞത്ര 3 നേരം അത് വെള്ളത്തിൽ കലക്കി രോഗിക്ക് കൊടുക്കാൻ പറഞ്ഞു.
നമുക്കറിയാം, ഒരിക്കലും മുള കലക്കി കൊടുത്തിട്ട് ഒരു അസുഖം മാറിയിട്ടില്ല എന്ന് നമ്മളുടെ അറിവ് വെച്ച് നമ്മൾക്കറിയാം. പക്ഷേ ആ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വെറും 3-4 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആ വ്യക്തി പൂർണ്ണ ആരോഗ്യവാനി, പനിയെ കീഴടക്കി ജീവിതത്തിലോട്ട് തിരിച്ചു നടന്നുപോയി എന്നാണ്. ആ ഒരു കാലഘട്ടം അതിനെ വിശ്വസിച്ചില്ല, അതിനെ വളരെ അവജ്ഞപൂർവ്വം തള്ളിക്കളഞ്ഞുവെങ്കിലും 1921 മുതൽ 45 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾക്കറിയാം, അലക്സാണ്ടർ ഫ്ലെമിംഗ്, സെന്റ് മേരീസ് UK-യിലെ അദ്ദേഹം അതേ ആന്റിബയോട്ടിക്കുകളിൽ നിന്നും പെനിസിലിൻ കണ്ടെത്തി അതുപോലെയുള്ള അസുഖങ്ങളും പനികളും മാറ്റാൻ സാധിക്കും എന്ന് 21 മുതൽ 45 വരെയുള്ള കാലഘട്ടങ്ങൾ ശാസ്ത്രലോകത്തിന് മുൻപിൽ എത്തിച്ചപ്പോഴാണ് അവർ അറിയുന്നത് നമ്മളുടെ ചുറ്റിനുമുള്ള പൂപ്പലിന് പോലെയും ജീവികളെയും മനുഷ്യനെയും ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്ന്. ആ ഒരു കടമയാണ്, അതുപോലെയുള്ള പാലങ്ങളാവാനാണ് ഓരോ വിദ്യാർത്ഥികളുടെയും കർത്തവ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാലയങ്ങൾ പോലെയുള്ള, കോളേജുകൾ പോലെയുള്ള കേന്ദ്രങ്ങളിലോട്ട് വരുന്നത്. അങ്ങനെയുള്ള അടുത്ത അലക്സാണ്ടർ, ഇതുപോലെയുള്ള നമ്മൾക്ക് ഗ്രഹാം ബെല്ലോ, ഐസക് ന്യൂട്ടനോ, ഐൻസ്റ്റീനോ, എല്ലാ ശാസ്ത്രജ്ഞനും അല്ലെങ്കിൽ ശാസ്ത്രകാരിയും ആയിത്തീരാൻ നമ്മളുടെ വളരെ വിദ്യാസമ്പന്നമായ മുതുതല സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിദ്യാർത്ഥിനികൾക്കും ജീവിതത്തിൽ സാധിക്കട്ടെ. അവരുടേതായ ഒരു കയ്യൊപ്പ് ശാസ്ത്രലോകത്തെ ചാർത്താൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 2020 ശാസ്ത്രമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു എന്ന് അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു ചടങ്ങിന് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടു കൂടി ഈ ചടങ്ങിന് എത്തിച്ചേർന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു കർത്തവ്യം എന്നെ വിശ്വസിച്ച് അർപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാർ, എൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ അധ്യാപകർക്കും എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശാസ്ത്രോത്സവം ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.